Do you consume enough amount of protein from your daily meals for the normal functioning of your body? നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനെപ്പറ്റി? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. ശരീരത്തിൻ്റെ നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടി നമുക്ക് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ വേണം കൺസ്യൂം ചെയ്യാനായിട്ട്. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ, ഈ 3 കണ്ടൻ്റാണുള്ളത്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. മാക്രോ ന്യൂട്രിയൻസിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് അഥവാ കാർബ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടാനായിട്ടാണ് യൂസ് ആവുന്നത്. അതായത് നമുക്ക് വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും ടാസ്ക് ഡേ ടു ഡേ ലൈഫിലുള്ള ടാസ്കിനൊക്കെ എനർജി റിലീസ് ആവുന്നത് നമ്മുടെ ഈ കാർബ് ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്ത മാക്രോ ന്യൂട്രിയൻസ് ആണ് പ്രോട്ടീൻ. ഗ്രോത്ത് ആൻഡ് റിപ്പയർ ആണ്. നമ്മുടെ മസിൽസ് ടിയർ ആയി കഴിഞ്ഞാൽ അത് അടുത്ത് റിപ്പയർ ചെയ്ത് പുതിയ മസിൽ ഫൈബേഴ്സ് ഉണ്ടാകുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ നെയിൽ ഗ്രോത്തിനും നമ്മുടെ ബോഡിയിലെ ഗ്രോത്തും റിപ്പയറും നടക്കുന്നത് പ്രോട്ടീനുണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഹീലാവുന്നത് നമ്മുടെ ഈ പ്രോട്ടീൻ സോഴ്സ് കൊണ്ടാണ്. മാക്രോ ന്യൂട്രിയൻ്റാണ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി സ്റ്റോറേജ് ആണ്. എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഫോർ ലേറ്റർ യൂസ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡാണോ നിങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഈ മാക്രോ ന്യൂട്രിയൻസിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്നൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എപ്പോഴും ഓർക്കുക, ഹെൽത്ത് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് വെൽത്ത്.